മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ വിട്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ പോര് സാഹിത്യ മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. സാഹിത്യകാരന്മാർ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് കഥാകൃത്ത് വൈശാഖൻ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി കൽപ്പറ്റ നാരായണൻ കൂടി രംഗത്ത് വന്നതോടെ വാക്പോര് മുറുകുകയാണ്. പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. സ്വരാജ് വളരെ പ്രതിഭാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്വരാജിന് വലിയ പരന്നവും ആഴത്തിലുള്ളതുമായ വായനയുണ്ട്, ജനകീയനാണ്. അപ്പോൾ സ്വരാജ് തീർച്ചയായിട്ടും നിലമ്പൂര് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മുടെ നിയമസഭയിൽ എത്തേണ്ട ഒരാളാണ് സ്വരാജ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ എഴുത്തുകാർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സമ്മേളനം ചേരുന്നതും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നതും. ഈ സാഹിത്യകാരന്മാരെന്ന് പറയുന്ന ഒരു വർഗീകരണം, അവർക്ക് ബുദ്ധിയുള്ള മനുഷ്യരാണ്. അവർക്ക് എന്തിനെ പിന്തുണയ്ക്കണമെന്നും എന്തിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നും അറിയാം, വ്യക്തമായ ബോധമുണ്ട്. അലി അക്ബർ ഷായുണ്ട് നമുക്കൊപ്പം. അലി അക്ബർ ഷാ, നിലമ്പൂരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത M സ്വരാജിനോടൊപ്പം ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും അണിനിരക്കുന്നു. അതിനെതിരെയുള്ള പ്രതികരണം മറുഭാഗത്തു നിന്നുണ്ടാവും. ഇന്ന് വൈശാഖൻ മാഷിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. കൽപ്പറ്റ നാരായണ മാഷ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിലേക്ക് കൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറുകയാണോ? എഴുത്തുകാരുടെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പായി മാറുന്നുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, നിലമ്പൂരിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാഹിത്യകാരന്മാർക്കിടയിൽ ഒരു വാക്പോര് നടക്കുന്നത്. അത് രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ M സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ നിരവധി സാഹിത്യകാരന്മാർ M സ്വരാജിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യകാരന്മാരിൽ പലരും അവരുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെയെല്ലാം M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആശാസമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്താത്ത ആളുകളാണ് ഇപ്പോൾ M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിരിക്കുന്നത് എന്നതായിരുന്നു VD സതീശന്റെ പ്രസ്താവന. ഇതിനെതിരെ എഴുത്തുകാരൻ വൈശാഖൻ രംഗത്തെത്തി. അദ്ദേഹം നടത്തിയ പ്രതികരണം, ഏതെങ്കിലും നിലയിലുള്ള സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നവരല്ല സാഹിത്യകാരന്മാർ, മറിച്ച് M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ആഴത്തിലുള്ള വായനയും ഗഹനമായ അറിവുമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വാഭാവികമായും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൃത്യമായി സഭയിലെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് M സ്വരാജ് ജയിക്കണമെന്നതാണ് സാഹിത്യകാരന്മാരുടെ ആഗ്രഹം. സാഹിത്യകാരന്മാർ ബുദ്ധിയുള്ളവരാണ്, ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നെല്ലാമായിരുന്നു വൈശാഖന്റെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിനെതിരെ കൽപ്പറ്റ നാരായണൻ രംഗത്ത് വന്നതോടുകൂടിയാണ് സംഗതി ഒരു തർക്കത്തിലേക്ക്, ഒരു വാക്ക് പോരിലേക്ക് മാറിയിരിക്കുന്നത്. കൽപ്പറ്റ നാരായണൻ വൈശാഖനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സാഹിത്യകാരന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം പേറാൻ ഈ വൈശാഖൻ ആരാണ് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും. സാഹിത്യകാരന്മാരും ഒരു വശത്തും മറുവശത്തുമായിട്ട് ഉറപ്പിക്കുന്നു. അതിൽ ഭൂരിപക്ഷം സാഹിത്യകാരന്മാരും M സ്വരാജുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. നിലമ്പൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് സ്വരാജിന് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പല എഴുത്തുകാരുടെയും നിരീക്ഷണം. എന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ടൊരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇനി നമുക്കൊരു ചരിത്രം പരിശോധിക്കാം. എഴുത്തുകാർ കൂട്ടമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ ചരിത്രമാണ്. ഇന്നല്ല, 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തലശ്ശേരി മണ്ഡലമാണ് രംഗവേദി. ഒരു വശത്ത് സർഗമലയാളത്തിന്റെ വിശ്വസഞ്ചാരി സാക്ഷാൽ SK പൊറ്റക്കാട്, മറുവശത്ത് മലയാള വൈജ്ഞാനിക ലോകത്തെ സാഗരഗർജനമായിരുന്ന സുകുമാർ അഴീക്കോട്, നമ്മുടെ അഴീക്കോട്. ഇരുവരും തമ്മിലുള്ള മത്സരത്തിലേക്ക് എത്തിയ പശ്ചാത്തലം ഇങ്ങനെയാണ്. 1957 പൊതു തെരഞ്ഞെടുപ്പിൽ MK ജിനചന്ദ്രനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തലശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ജിനചന്ദ്രനെ നേരിടാൻ 44-കാരനായ വിശ്വസഞ്ചാരി SK പൊറ്റക്കാടിനെ ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. വാശിയേറിയ മത്സരത്തിൽ 1382 വോട്ടിന് SK പൊറ്റക്കാട് പരാജയപ്പെട്ടു. 5 വർഷത്തിനിപ്പുറം മൂന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പെത്തി. സിറ്റിംഗ് MP MK ജിനചന്ദ്രന് ഹൃദയ സംബന്ധിയായ രോഗം കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥിയെ തിരയുന്നു. ഇടതുപക്ഷത്ത് പക്ഷേ ആശയക്കുഴപ്പമില്ല. കഴിഞ്ഞ തവണ നേരിയ വോട്ട് പരാജയപ്പെട്ടു പോയ SK പൊറ്റക്കാട് തന്നെ തലശ്ശേരിയിൽ വീണ്ടും ഇടത് സ്ഥാനാർത്ഥിയായി. CK ഗോവിന്ദൻ നായരാണ് അന്നത്തെ KPCCയുടെ പ്രസിഡന്റ്. ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചയുടൻ CK ഗോവിന്ദൻ പോയത് കോഴിക്കോട് ദേവഗിരി കോളേജിലേക്കാണ്. ക്ലാസ് റൂമിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് വിളിച്ചു. വിളി കേട്ടത് അകത്തെ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു സുകുമാർ അഴീക്കോടാണ്. വരാന്തയുടെ മൂലയിലേക്ക് മാറി നിന്നുകൊണ്ട് സ്വകാര്യമായി കാര്യം അവതരിപ്പിച്ചു. തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഴീക്കോട് പത്രിക സമർപ്പിക്കണം. ഇടതുപക്ഷം പിടിച്ച കൊമ്പ് മുറിക്കണമെങ്കിൽ അഴീക്കോടല്ലാതെ മറ്റാരുമില്ല. SK പൊറ്റക്കാടിനെ വെട്ടാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്തത് സാക്ഷാൽ നമ്മുടെ അഴീക്കോട് മാഷിനെ. ആദ്യമൊന്ന് പകച്ചു. പക്ഷേ എങ്കിലും ഒരു കൈ നോക്കിയാൽ എന്താണ് കുഴപ്പമെന്ന ചിന്തയിൽ അഴീക്കോട് മാഷിന് സമ്മതം. KT സുകുമാരൻ എന്ന പേരിലായിരുന്നു അഴീക്കോട് മത്സരിച്ചത്. പൊറ്റക്കാട് വേഴ്സസ് അഴീക്കോട് അംഗത്തിന് കടത്തനാട് കച്ചമുറുക്കി. ഇടതു വലതു പാർട്ടികൾ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരുന്ന കാലം.
അതോടെ മത്സരം കേരള സാംസ്കാരിക മണ്ഡലത്തിൻ്റെത് കൂടിയായി. എഴുത്തുകാരിൽ മിക്കവരും SKയ്ക്ക് വേണ്ടി അണിനിരുന്നു. MT വാസുദേവൻ നായർ അടക്കമുള്ളവർ അന്ന് തലശ്ശേരിയിൽ SK പൊറ്റക്കാടിന് വേണ്ടി പ്രസംഗിച്ചു. ഫലം വന്നപ്പോൾ 64,980 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SK പൊറ്റക്കാട് ലോക്സഭയിലേക്ക് പോയി. അഴീക്കോട് മാഷ് തോറ്റുപോയി. പക്ഷെ പിന്നീട് അഴീക്കോട് മാഷ് വിജയിച്ചു, ജനഹൃദയങ്ങളിൽ വോട്ട് നേടി, അല്ലേ? അതാണ് ചരിത്രം. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സാഹിത്യകാരന്മാർ നേരിട്ട് പോരിനിറങ്ങിയ തിരഞ്ഞെടുപ്പായിരുന്നു 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ